യേശു കർത്താവ് പിശാചിനെ പുറത്താക്കുമ്പോൾ മുഹമ്മദ് നബി പിശാച് ബാധിച്ചവനായി സുബോധം നഷ്ടപ്പെട്ടവനായി കിടന്നത് ചില ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മുഹമ്മദ് തന്നെ മുൻ പാപവും പിന്നീട് പാപം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാപം ഓരോ ദിവസവും അദ്ദേഹം 70 പ്രാവശ്യം പൊറുക്കലിനെ തേടുന്നതായിട്ടാണ് ഖുർആനിലും മറ്റ് ഇസ്ലാമിക ചരിത്ര രേഖകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരിക്കലും അള്ളാഹു മുഹമ്മദിന്റെ കയ്യാൽ ഒരൊറ്റ അത്ഭുതമോ അടയാളമോ ചെയ്യിച്ചില്ല. ഇങ്ങനെയുള്ള ആവശ്യത്തിന് മുമ്പിൽ നിന്ന് അള്ളാഹു മലക്ക് അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്ന സംഭവങ്ങള് നമുക്ക് ഖുർആൻ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെ മദ്യപാനിയായ മുഹമ്മദ് മദ്യപിക്കുന്നു എന്നും കൂടെയാണ് പറയുന്നത്. മദ്യപിച്ച് ഈ യുദ്ധത്തിന് പോയി, വിട്ടുകൊണ്ട് പല പല്ലുകളും പോയതായിട്ട് തന്നെ നമുക്ക് ഹദീസുകളില് കാണുവാനായിട്ട് കഴിയുന്നു. പിശാച് ബാധിതനായ ഒരു മുഹമ്മദ്, അതിന്റെ പുറമെ മദ്യപാനിയായി സുബോധമില്ലാതെ ഇരിക്കുന്ന ഒരു മുഹമ്മദിനെ നമുക്ക് കാണുന്നു. എം അക്ബർ തന്നെ മുഹമ്മദ് മദ്യപിച്ചിരുന്നു എന്നുള്ളതായ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നതായിട്ട് കാണുന്നു. സൂറ 9:39 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയെയും അവന് പകരം കൊണ്ടുവരികയും ചെയ്യും. അള്ളാഹു മനുഷ്യനെ യുദ്ധം ചെയ്യുവാനായിട്ട് നിർബന്ധിക്കും. ഇല്ലെങ്കിൽ അവൻ ആ വ്യക്തിക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി യുദ്ധം ചെയ്യുവാൻ നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്ലാമിന് വാസ്തവത്തില് 2 മുഖങ്ങളുണ്ട്, 2 കാലഘട്ടങ്ങളുണ്ട്. ഒന്ന് മക്ക കാലഘട്ടം എന്ന് പറയും. ഈ മക്ക കാലഘട്ടം 13 വർഷമാണ്. രണ്ടാമത്തെ കാലഘട്ടം മദീന കാലഘട്ടം, അത് 10 വർഷം. അങ്ങനെ 23 വർഷക്കാലമാണ് ഇസ്ലാമിന്റെ കാലം എന്ന് പറയുന്നത്. 2 വ്യത്യസ്തമായ രീതിയിലാണ്. അബൂ ഹുറൈറ നിവേദന, റസൂല് പറഞ്ഞു, ജൂതന്മാരോട് ക്രിസ്ത്യാനികളോട് നിങ്ങൾ സലാം കൊണ്ട് ആരംഭിക്കരുത്. അവരെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയാൽ അവരോട് പ്രയാസം പ്രകടിപ്പിക്കണം. സഹീൽ മുസ്ലിം വാള്യം 3 ഭാഗം 39, ഹദീസ് നമ്പർ 13. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹ വന്ദനം. വീണ്ടും ഒരു വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇസ്ലാമും തീവ്രവാദവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട്, സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജിഹാദ്. എന്താണ് ജിഹാദ്? എത്ര പേര് കേട്ടിട്ടുണ്ട് ജിഹാദ് എന്ന വാക്ക്? എത്ര പേർക്ക് അറിയാം എന്താണ് ജിഹാദ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജിഹാദ് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയങ്ങൾ. ജഹദ എന്ന അറബി വാക്കിൽ നിന്നാണ് ജിഹാദ് എന്ന വാക്ക് ഉണ്ടായത്. യുദ്ധം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ യുദ്ധം, അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുക, മതത്തിനു വേണ്ടി യുദ്ധം ചെയ്യുക, മതം വളർത്താൻ യുദ്ധം ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഇസ്ലാം എന്ന മതം വളർന്നത് തന്നെ യുദ്ധത്തിൽ കൂടിയാണ് എന്ന് ഇസ്ലാമിക ചരിത്രങ്ങളെ പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാനൊക്കെ ആയിട്ട് സാധിക്കും. എന്നാൽ ക്രൈസ്തവ മാർഗം വളർന്നത് എങ്ങനെയാണ് എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സുവിശേഷ പ്രഘോഷണം വഴിയാണ്,
ക്രൈസ്തവ വിശ്വാസം വളർന്നത് എന്ന് വിശുദ്ധ ബൈബിള് വായിച്ചാലറിയാം. മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകിക്കൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യവും ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തി സുവിശേഷം കേൾക്കുമ്പോൾ അതനുസരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ഒന്നാമത്തത് പാപമോചനമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല വ്യക്തികൾക്കും പാപമോചനം നൽകിയതായിട്ട് വിശുദ്ധ ബൈബിള് നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 38 വർഷക്കാലം രോഗിയായി ഒരു മനുഷ്യൻ കിടക്കുന്നത് യേശു കണ്ടു. ആ വ്യക്തിയോട് ചോദിച്ചു, കർത്താവ്, നിനക്ക് സൗഖ്യമാകാനായിട്ട് മനസ്സുണ്ടോ എന്ന്. അങ്ങനെ ആ മനുഷ്യന്റെ രോഗം എന്ന് പറയുന്നത് പാപത്തിന്റെ ബലമായിരുന്നു എന്ന് ആ ഭാഗങ്ങള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ആ മനുഷ്യന്റെ പാപം മോചിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം കിടക്ക എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയതായിട്ട് വിശുദ്ധ ബൈബിള് വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പാപമോചനം നൽകുന്നു, സുവിശേഷത്തിലൂടെ രോഗികളെ സൗഖ്യമാക്കുന്നു. അനേക രോഗികൾ, പലവിധമായ രോഗങ്ങളാൽ വലയുന്നവര് സുവിശേഷം കൊണ്ടിലൂടെ അല്ലെങ്കിൽ വചനം കേട്ട് രോഗസൗഖ്യം ലഭിച്ചതായിട്ട് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വ്യക്തികളെ, മരിച്ചതായ വ്യക്തികളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ പൈശാചിക ശക്തിയിൽ ആയിരുന്നതായ വ്യക്തികൾ, അവർക്ക് പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ ലഭിച്ചതായിട്ടാണ് നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഖുർആൻ വായിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, മറ്റ് ഇസ്ലാമിക ചരിത്രങ്ങളെല്ലാം വായിക്കുമ്പോൾ യേശു കർത്താവ് പിശാചിനെ പുറത്താക്കുമ്പോൾ മുഹമ്മദ് നബി പിശാച് ബാധിച്ചവനായി, സുബോധം നഷ്ടപ്പെട്ടവനായി കിടന്നത് ചില ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മുഹമ്മദിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, പിശാച് ബാധിച്ചപ്പോൾ കാണുന്നതെല്ലാം തന്നെ സാത്താന്റെ തല പോലെയാണ് എന്ന് ഹദീസ്, സഹിയായ ഹദീസിൽ തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോഴവിടെയും മുഹമ്മദിന് എന്തില്ല? വിടുതലില്ല. മുഹമ്മദിന് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ പിശാച് ബാധിച്ചതായ ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകാൻ കഴിയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. രോഗികൾക്ക് സൗഖ്യം നൽകി പാപമോചനം നൽകിയിട്ടില്ല. അദ്ദേഹം തന്നെ പാപിയായിരുന്നു എന്നാണ് വായിക്കുന്നത്. മുഹമ്മദ് തന്നെ മുൻ പാപവും പിന്നീട് പാപം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാപം ഓരോ ദിവസവും അദ്ദേഹം 70 പ്രാവശ്യം പൊറുക്കലിനെ തേടുന്നതായിട്ടാണ് ഖുർആനിലും മറ്റ് ഇസ്ലാമിക ചരിത്ര രേഖകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പാപമോചനം മുഹമ്മദിന് അള്ളാഹുവിനും കൊടുക്കാനായിട്ട് കഴിയില്ല. ആരുടെയും പാപം മോചിച്ചു കൊടുത്തതായിട്ട് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് കാണുന്നില്ല. മരിച്ചവരെ ഉയർപ്പിച്ചതായിട്ട് കാണുന്നില്ല. പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ നൽകിയിട്ട് കാണുന്നില്ല. ഇതെല്ലാം ചെയ്താണ് ക്രിസ്തീയ സഭ വളർന്നത് എന്ന് നമുക്ക് ബൈബിള് വായിച്ചാൽ കാണാനായിട്ട് ഇന്നും സഭ വളരുന്നത് പാപമോചനം നൽകിയും രോഗികളെ സൗഖ്യമാക്കിയും മരിച്ചവർ ഉയർപ്പിച്ചും പൈശാചിൽ നിന്ന് വിടുതൽ നൽകിയുമാണ് അന്നും ഇന്നും സഭ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. ജയിലിൽ അത്ഭുതമൊഴുക്കി 2 പെൺകുട്ടികൾ. ജയിലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് 2 പെൺകുട്ടികൾ. അവർക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന വാർഡന്മാർ. ജയിലർമാർ ആ തടവുകാരെ കാണാൻ അപ്പോയിൻമെന്റ് എടുക്കുന്നു. ചില അധികാരികൾ രഹസ്യമായി സന്ദർശിക്കുകയും
ഏറെ സമയം ഇവരോടൊപ്പം ചിലവിടുകയും ചെയ്യുന്നു. സഹതടവുകാരാകട്ടെ ഇവരുടെ മുമ്പിൽ ആദരവോടെ നിൽക്കുന്നു. ഇറാനിലാണ് സംഭവം. ശരിക്കും ഈ പെൺകുട്ടികൾ ആ ജയിലിനെ കീഴ്മേൽ മറിക്കുകയായിരുന്നു. മറിയാം റോസ്റ്റാം, മാർസിയ അമരിസേധെ, ഇതാണ് അവരുടെ പേരുകൾ. 2009 മാസങ്ങളോളം ഈ പേരുകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇറാനിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ് മറിയാം റോസ്റ്റാമ്പും മാർസിയ അമരിസേധയും. ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി കഠിനമായ പീഡനങ്ങൾക്കും മർദ്ദനമുറകൾക്കും ഇവർ ഇരകളായി. തണുത്തുവിറച്ച മലിനമായ തറയിൽ മൂത്രത്തിൽ കുതിർന്ന ബ്ലാങ്കറ്റുകൾ പുതച്ച് കിടക്കേണ്ടി വന്നു. ക്രിസ്ത്യാനികളാണെന്ന കാരണത്താൽ ഡോക്ടർമാർ ചികിത്സ നിഷേധിച്ചു. കൂടാതെ സഹതടവുകാരുടെ പരിഹാസവും. ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുമെന്നും മാനഭംഗപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളും ഉയർന്നു. വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ വിശ്വാസം ഉപേക്ഷിക്കുന്നതായി എഴുതി തന്നാൽ മോചിപ്പിക്കാമെന്നുള്ള വാഗ്ദാനങ്ങളുമുണ്ടായി. എന്നാൽ ഏറെ താമസിയാതെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. മർദ്ദനത്തിന് നേതൃത്വം നൽകിയ വാർഡന്മാർ ജയിലിനുള്ളിൽ വെച്ച് തന്നെ അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ക്യൂ നിന്നതും സഹതടവുകാർ ക്ഷമ ചോദിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നതിനും അവർ സാക്ഷികളായി മാറി. വർഷങ്ങളായി കുട്ടികളില്ലാതിരുന്ന വനിതാ ജയിലർ രഹസ്യമായി ആ പെൺകുട്ടികളോടൊപ്പം പ്രാർത്ഥിക്കുകയും ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾക്കും ആ ജയിൽ സാക്ഷ്യം വഹിച്ചു. 2 പെൺകുട്ടികൾ ജയിൽ വാർഡന്മാരെയും തടവ് പുള്ളികളെയും മാനസാന്തരപ്പെടുത്തി എന്നതാണ് സത്യം. ഇറാനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള 2 മുസ്ലിം കുടുംബങ്ങളിലാണ് ഇരുവരും ജനിച്ചത്. അവർ തമ്മിൽ പരിചയപ്പെടുന്നതും യാദൃശ്ചികമായിരുന്നു. മറിയാമിൻ്റെ സഹോദരി അബദ്ധത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അവൾ വായിക്കാനിടയായി. വായിക്കുന്തോറും ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമേറി. അതിനായി 2005 ടർക്കിയിലെത്തിയപ്പോഴാണ് ഇറാനിൽ നിന്നു തന്നെയുള്ള മാർസിയെ കണ്ടുമുട്ടിയത്. 2 പേരും ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ. തിരിച്ചിറാനിലെത്തി 20,000 ബൈബിളുകൾ വിതരണം ചെയ്തു. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിച്ചു. ഒടുവിൽ ഇരുവരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവർ സഹതടവുകാരോട് സുവിശേഷം പറയാൻ ആരംഭിച്ചു. അതോടെ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരുന്നു ജയിൽ. ജയിലർമാരും വാർഡന്മാരും തടവുകാരുമെല്ലാം ഒന്നിച്ചു പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തതിന് ചരിത്രം സാക്ഷി. ഒടുവിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടലിലൂടെ 259 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം മോചിതരാക്കപ്പെട്ട ഇവർ വിശ്വാസത്തിന് സാക്ഷ്യം നൽകി അമേരിക്കയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇസ്ലാം വളർന്നതും വളർത്തിയതും ജിഹാദിലൂടെയാണെന്ന് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ചില വാക്യം കൂടെ കേട്ടിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാം. എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ പോലുള്ള മതമല്ല. അതിന് അതിൻ്റെതായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അതിന് അതിൻ്റെതായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട്. അതിന് അതിൻ്റെതായ ഒരു രാഷ്ട്രസങ്കല്പമുണ്ട്. ആ രാഷ്ട്രസങ്കല്പം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക സ്റ്റേറ്റ്, ഇസ്ലാമിക രാഷ്ട്രം എന്ന സങ്കല്പമാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല മുസ്ലിങ്ങളും കരുതുന്നത് പോലെ പ്രാർത്ഥിക്കുക, 5 നേരം നമസ്കരിക്കുക, റംസാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക, പറ്റുമെങ്കിൽ ഹജ്ജിന് പോവുക, സക്കാത്ത് നൽകുക എന്നത് മാത്രമല്ല. മറിച്ച് ഒരു ഇസ്ലാം സമ്പൂർണ്ണമാകണമെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ഭരണം സ്വന്തം രാജ്യത്ത്, പറ്റുമെങ്കിൽ ലോകത്തിൽ ഉടനീളം സ്ഥാപിക്കുവാനുള്ള പ്രവർത്തനം നടത്തണം. അതിന് വേണമെങ്കിൽ ജിഹാദ് നടത്താം. സൂറ 8:39 നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? കുഴപ്പം ഇല്ലാതാവുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ജിഹാദ് ഒരു യുദ്ധമാണ്. ജീവിത അവസാനം വരെ യുദ്ധം. ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. സാധാരണ മുസ്ലിങ്ങൾ പറയും ഇത് യുദ്ധസമയത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് സാധാരണ മുസ്ലിങ്ങൾ പറയും, ഇങ്ങനെയൊക്കെയുള്ളതായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. പക്ഷേ ഈ യുദ്ധം എപ്പോഴാ തീരുന്നത്? യുദ്ധം തീരുന്ന സമയമുണ്ടോ? ഇല്ല.
മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാജ്യമാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാസ്തവമായിട്ട് അർത്ഥമാക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മുസ്ലിം പണ്ഡിതൻ പറയുന്നത്, ഖുർആന്റെ വാക്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് 200-ലധികം ഖുർആൻ വാക്യങ്ങള് ഉണ്ട് കാഫിരീങ്ങളെ കൊല്ലണം എന്ന് പറയുന്നതായ കാര്യങ്ങളെ കുറിച്ച്. കാരണം ഒരു ഇസ്ലാം അല്ലാത്ത ഒരു വ്യക്തിയെ കൊല്ലണം എന്നുള്ളത് അദ്ദേഹം പറയുന്ന വീഡിയോ നമുക്ക് ചിലതൊന്നും നമുക്ക് കേൾക്കാം. ഖുർആൻ പരിഭാഷയുടെ പതാഘാതം ഇപ്പൊ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സമൂഹം മൊത്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇനി നാളെ എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നു? സുപ്രീം കോടതിയിൽ തന്നെ കേസ് വന്നാൽ ഖുർആൻ കണ്ടുകെട്ടണമെന്ന് വരെ നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതി പറയാൻ പറ്റുന്ന വിധം ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളും അതിന്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ്. ചെറുതായി നമ്മൾ കാണരുത്. 200-ൽ ചില്ലാനം ആയത്തുകളിൽ അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നു എന്ന പാഠം നമ്മളിപ്പോ അമുസ്ലിമീങ്ങളായ ബഹുദൈവ വിശ്വാസികളായ വലിയ വലിയ മതനേതാക്കന്മാർ, ഹിന്ദു മതനേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ടതില്ല. ഞാൻ ഉണർത്തുകയാണ്, 200-ൽ ചില്ലാനം ആയത്തുകൾ ബഹുദൈവ വിശ്വാസികളെ കൊല്ലണമെന്നും അവരോട് ഏറ്റുമുട്ടണമെന്നും യുദ്ധം ചെയ്യണമെന്നും പഠിപ്പിക്കുന്നതുണ്ടെന്ന് പറയുന്നത് അമുസ്ലിം നേതാക്കളും ഹിന്ദു നേതാക്കളും ഖുർആൻ പരിഭാഷ പൊക്കിപ്പിടിച്ചാണ്. ഇവിടെ നമ്മൾ അതൊന്നും ഇസ്ലാമിലില്ല, യുദ്ധം ഇസ്ലാമിലില്ല, യുദ്ധം എന്ന ഒന്നോ അമുസ്ലിമീങ്ങളെ കൊല്ലലോ ഇസ്ലാമിലില്ല എന്ന് വെറുതെയെങ്കിലും എന്തെങ്കിലും ചമച്ച് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, വേണ്ടാത്തത് പഠിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. പച്ചക്ക് കാണുന്ന ബഹുഭാഷകളിലുള്ള ഖുർആൻ പരിഭാഷകൾ ഇവിടെ നിൽക്കുകയല്ലേ? സൂറ 9:39 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയെയും അവന് പകരം കൊണ്ടുവരികയും ചെയ്യും. അള്ളാഹു മനുഷ്യനെ യുദ്ധം ചെയ്യുവാനായിട്ട് നിർബന്ധിക്കുന്നു. ഇല്ലെങ്കിൽ അവൻ ആ വ്യക്തിക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി യുദ്ധം ചെയ്യുവാൻ നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിനാണ് നിർബന്ധിക്കുന്നത്? ഒരു മനുഷ്യനെ യുദ്ധം ചെയ്യാൻ, അവന് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവന് യുദ്ധം ചെയ്യാൻ പോകേണ്ടതായിട്ടില്ല. ഇസ്ലാമിനെ നമുക്ക് ഖുർആനിനെ മനസ്സിലാകണമെങ്കിൽ, ഇസ്ലാമിനെ വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ ഖുർആൻ പഠിക്കണം. എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്? ഇസ്ലാമിന് വാസ്തവത്തില് 2 മുഖങ്ങളുണ്ട്, 2 കാലഘട്ടങ്ങളുണ്ട്. ഒന്ന് മക്ക കാലഘട്ടം എന്ന് പറയും. ഈ മക്ക കാലഘട്ടം 13 വർഷമാണ്. രണ്ടാമത്തെ കാലഘട്ടം മദീന കാലഘട്ടം, അത് 10 വർഷം. അങ്ങനെ 23 വർഷക്കാലമാണ് ഇസ്ലാമിന്റെ കാലം എന്ന് പറയുന്നത്. 2 വ്യത്യസ്തമായ രീതിയിലാണ്. ആദ്യത്തെ 13 വർഷക്കാലം മുഹമ്മദ് പ്രസംഗിച്ചു, ഇസ്ലാമിനെ പ്രസംഗിച്ചു എന്നെങ്ങനെയാണ് എന്ന് ഖുർആനിലൂടെ നമുക്കൊന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നു. ദീനിൽ യാതൊരു ബലപ്രയോഗവുമില്ല എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അവർക്ക് അവരുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, യുക്തി കൊണ്ട് മാത്രം സംവാദത്തിൽ ഏർപ്പെടുക എന്ന പഠിപ്പിക്കലായിരുന്നു മുഹമ്മദിനുണ്ടായിരുന്നത്. മനസ്സിലായോ? ഈ സമാധാനവാദികൾ സാധാരണ ഉദ്ധരിക്കാറുള്ള ചില സൂക്തങ്ങളാണത്. മതത്തിൽ ബലപ്രയോഗം പാടില്ല. 16-ാം അധ്യായത്തിന്റെ 125-ാമത്തെ വാക്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. 109-6, ആരെയും സന്മാർഗത്തിലാക്കാൻ പ്രവാചകന് പോലും ബാധ്യതയില്ല. 2-272, യുക്തിപൂർവമായ സംവാദത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. 16-125,
5. ഓരോ സമുദായങ്ങൾക്കും അവരുടേതായ ആരാധനാ രീതികളുണ്ട്. 22:67. വിശ്വാസികളെ യൂതന്മാരും ക്രിസ്ത്യാനികളും സഹാബികളും ആരുമാകട്ടെ ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവർക്ക് പ്രതിഫലമുണ്ട്, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. 2:62. 13 കൊല്ലം മുഹമ്മദ് മക്കയിൽ പ്രസംഗിച്ചു. കുറച്ചു പേരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മുഹമ്മദിന് അനുയായികളായിട്ട് ലഭിച്ചുള്ളൂ. കൂടുതൽ ആൾക്കാരെ മുഹമ്മദിന് കിട്ടിയില്ല. അറബികൾ തന്നെ മുഹമ്മദിനെ ചോദ്യം ചെയ്തു, എന്താണ് നീ ഒരു പ്രവാചകനാണെന്ന് പറയുന്നു, എന്നാ പ്രവാചകനാണെങ്കിൽ എവിടെയാ തെളിവ്? നീ പ്രവാചകനാണെങ്കിൽ എവിടെയാണ് തെളിവുള്ളത്? പ്രവാചക തെളിവ് ആവശ്യപ്പെടുന്ന അറബികൾ അവര് പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം, എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നീ പ്രവർത്തിക്കണമെന്ന് മക്കയിലും മദീനയിലും വെച്ച് പലരും മുഹമ്മദിനോട് എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. പക്ഷെ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടപ്പോഴാണ് മുഹമ്മദിന് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. ഒരിക്കലും അള്ളാഹു മുഹമ്മദിന്റെ കയ്യാൽ ഒരൊറ്റ അത്ഭുതമോ അടയാളമോ ചെയ്യിച്ചില്ല. ഇങ്ങനെയുള്ള ആവശ്യത്തിന് മുമ്പിൽ നിന്ന് അള്ളാഹു മലക്ക് അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്ന സംഭവങ്ങള് നമുക്ക് ഖുർആൻ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. 1-ാം വാക്യം, തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തം വന്നു കിട്ടുന്ന പക്ഷം അതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്ന് അവർ അള്ളാഹുവിന്റെ പേരിൽ തങ്ങളെ കൊണ്ടാവും വിധം ഉറപ്പിച്ച് സത്യം ചെയ്ത് പറയുക. ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ അധീനയിൽ മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് എന്തറിയാം? അത് വന്നു കിട്ടിയാൽ തന്നെ അവരെന്ത് ചെയ്യത്തില്ല? വിശ്വസിക്കുകയില്ല. 6:109. അത്ഭുതം ചെയ്യാനായിട്ട് പറഞ്ഞപ്പോഴൊക്കെ എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്, പലതും പറഞ്ഞിട്ട്. 2, അവര് പറയുന്നു അദ്ദേഹത്തിന് നബിക്ക് തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഒരു തെളിവ് നേരിട്ട് ഇറക്കി കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? നബിയെ പറയുക, അദൃശ്യ ജ്ഞാനം അള്ളാഹുവിന് മാത്രമാകുന്നു, അതിനാൽ നിങ്ങൾ കാത്തിരിക്കുക, അത്ഭുതത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക, ഞാൻ നിങ്ങളോടൊപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. നീ ഒരു പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ നിന്റെ പ്രവാചക തെളിവ് ആവശ്യപ്പെടുമ്പോൾ നീ പറയുന്നത് വേറെ കാര്യങ്ങളാണല്ലോ. 5-ാമതായി അവിശ്വസിച്ചവർ നബിയെ പറ്റി പറയുന്നു, അവന്റെ മേൽ എന്തുകൊണ്ടാണ് ഇവന്റെ രക്ഷിതാവ് വല്ല ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത്? നബിയെ പറയുക, തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു, പശ്ചാത്തപിച്ച് മടങ്ങിയവരെ തന്റെ മാർഗത്തിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നു. 13:20. അത്ഭുതം ചെയ്യാനായിട്ട് നീ ഒരു പ്രവാചകനാണെന്ന് തെളിയിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നത്? വഴികേടിലാക്കുന്നു മനുഷ്യനെ എന്നാണ് ഇവിടെ വായിക്കുന്നത്. ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് തന്റെ മുഹമ്മദ് ഒരു പ്രവാചകനാണെന്ന് തെളിയിക്കാനായിട്ട് അള്ളാഹുവിനെ കൊണ്ടും മുഹമ്മദിനെ കൊണ്ടുമാകുന്നില്ല. ഏറ്റവും വലിയ ഒരു പരാജയം മുഹമ്മദിനുണ്ടായത് അവിടെ. അവര് പറഞ്ഞു, അദ്ദേഹം എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്റെ രക്ഷിതാവിൽ നിന്ന് ദൃഷ്ടാന്തം കൊണ്ടുവന്ന് തരുന്നില്ല? പൂർവ്വവേദങ്ങളിൽ പ്രത്യക്ഷമായ തെളിവ് അവർക്ക് വന്നു കിട്ടി. പൂർവികമായ അല്ലെങ്കിൽ മുൻ വേദങ്ങളായ തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, അവിടെ എല്ലാം തന്നെ മുൻ പ്രവാചകന്മാർ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്, മരിച്ചവരെ ഉയർത്തിയിട്ടുണ്ട്, രോഗികൾക്ക് സൗഖ്യമം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മുൻ പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ എന്തുകൊണ്ടാണ് മുഹമ്മദ് ഒരു അടയാളങ്ങൾ ചെയ്ത് തന്റെ പ്രവാചകത്വം തെളിയിക്കാനായിട്ട് കഴിയാത്തത് എന്ന് അറബികൾ ചോദിച്ചപ്പോൾ അതിന്റെ മുമ്പിലൊന്നും വ്യക്തമായ ഒരു മറുപടി കൊടുക്കാനോ ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തുകൊണ്ട് തന്റെ പ്രവാചകത്വം തെളിയിക്കുവാനോ മുഹമ്മദിന് സാധിച്ചില്ല. 3-ാമത്തെ നബിയെ പരിഹസിച്ചുകൊണ്ട് സത്യനിഷേധികൾ പറയുന്നു, ഇവന്റെ രക്ഷിതാവെങ്കിൽ നിന്ന് ഇവന്റെ മേൽ എന്താണ് ദൃഷ്ടാന്തം ഇറക്കി കൊടുക്കാത്തത്? 13:7. പിന്നെ ആൾ ചോദിക്കുകയാണ് മറ്റൊന്ന്, 11:12. ഇയാൾക്ക് ഒരു നിധി ഇറക്കപ്പെടുകയോ ആളോടൊപ്പം ഒരു മലക്ക് വരികയോ ചെയ്യാത്ത എന്ത്? അവർ പറയുന്ന കാരണത്താൽ നിനക്ക് നൽകപ്പെടുന്ന സന്ദേശം ചിലത് നീ വിട്ടുകളയും, അതിന്റെ പേരിൽ നിനക്ക് മനപ്രയാസം ഉണ്ടാകുകയും ചെയ്തേക്കാം. എന്നാൽ നീ ഒരു താക്കീതുകാരൻ മാത്രമാണ്. അള്ളാഹു എല്ലാ കാര്യത്തിന്റെയും സംരക്ഷണം ഏറ്റെടുത്തവനാകുന്നു. പക്ഷെ വാക്യം ഇങ്ങനെ ഇറക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ മുഹമ്മദിനെ ഒരു പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ, മുഹമ്മദിന്റെ പ്രവാചകത്വം അള്ളാഹുവിനെ തെളിയിച്ചു കൊടുത്താൽ മതി ഇവർ ചോദ്യം ചെയ്തപ്പോ.
അല്ലയോ? അത് അള്ളാഹുവിന് എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ഒരു അത്ഭുതം ചെയ്തുകൊണ്ട് യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തി, പല വ്യക്തികൾക്ക് രോഗസൗഖ്യം നൽകി. എന്നിട്ട് പോലും അവർ ചോദ്യം ചെയ്യുക, മുൻ പ്രവാചകന്മാരൊക്കെ ചെയ്തില്ലേ? പിന്നെ അവര് പറയും മൂശാക്ക് നൽകപ്പെട്ട് ഇതുപോലെ ഒരു അത്ഭുതം നീ ചെയ്യേ. മോശക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്തു കൊടുത്തില്ലേ? മോശ ചെയ്തിട്ടുണ്ടല്ലോ 28-48. അവരെല്ലാം നോക്കുന്നത് മുൻ പ്രവാചകന്മാരെ, അറബികളൊക്കെ നോക്കുന്നത് മുൻ പ്രവാചകന്മാരെ. അവരൊക്കെ അത്ഭുതം ചെയ്തിട്ടുണ്ട്, ദൃഷ്ടാന്തങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താണ്? ഈ ഖുർആൻ എന്ന് പറഞ്ഞ് കെട്ടിച്ചമച്ചൊരു നുണക്കഥയാണ്. വേറെ ചില ആൾക്കാർ അവനെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. എന്നാൽ അന്യായത്തിലും വ്യാജത്തിലും തന്നെയാണ് ഈ കൂട്ടർ വന്നെത്തിയിരിക്കുന്നത്. പൂർവികന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ് ഇവരെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും അത് വായിച്ചു കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സൂറ 25-4-5. എന്തുകൊണ്ടാണ് താൻ ദൃഷ്ടാന്തം അയക്കാത്തത് എന്ന് ഖുർആനിൽ അള്ളാഹു പറയാം. ഞാൻ ദൃഷ്ടാന്തങ്ങൾ അയക്കാൻ എനിക്ക് തടസ്സമായിരിക്കുന്നത് പൂർവീകര് മുൻ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ആരും തന്നെ എന്ത് ചെയ്തില്ല, ഇത് വിശ്വസിച്ചില്ല. അത്ഭുതങ്ങളൊന്നും ഇത് കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അവരെന്തോ പറഞ്ഞു, അറബികൾ പറഞ്ഞു മുഹമ്മദിനെ പിശാച് ബാധിച്ചിട്ടുണ്ട്. ഒരു പിശാച് ബാധിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നതിന് പറയുന്നത് കേൾക്കാം. വാസ്തവത്തിൽ അത് സത്യമായിരുന്നല്ല. സഹീഹ് ബുഖാരി 59-ാം അധ്യായം 1345-ലും 1305 ഈ ഗ്രന്ഥങ്ങളിലൊക്കെ മുഹമ്മദ് പിശാച് ബാധിതനായി തീർന്നതായ കാര്യങ്ങൾ, മുഹമ്മദിന് ആരാണ് സിഹ്ർ ചെയ്തത്, എങ്ങനെയാണ് സിഹ്ർ ചെയ്തത്, എന്തുപയോഗിച്ചാണ് സിഹ്ർ ചെയ്തത് എന്നെല്ലാം തന്നെ വ്യക്തമായിട്ട് നമുക്ക് ഹദീസിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഹദീസിൽ മാത്രമേ, ഖുർആനിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതും തെറ്റല്ലായിരുന്നു. പിശാച് ബാധിച്ചു കഴിഞ്ഞപ്പോഴേ മുഹമ്മദ് കാണുന്ന പനകളൊക്കെ മുഹമ്മദ് സാത്താന്റെ തല പോലെ തോന്നുകയായിരുന്നു. സുബോധം നഷ്ടപ്പെട്ടവനായി തീർന്നു. അങ്ങനെ എഴുതി വെച്ചതായ ഒരു ഖുർആൻ എങ്ങനെയാ അംഗീകരിക്കാനായിട്ട് പറ്റുന്നത്? ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഒരു ബഹുമത പണ്ഡിതനുണ്ടല്ലോ നമ്മളെ കൂട്ടത്തില്, അയാളെ വിഷയത്തിൽ എവിടെ വിട്ടെന്നറിയോ? ക്രിസ്ത്യൻ പാതിരിയുടെ അരികിൽ. ക്രിസ്ത്യാനി ചോദിച്ചു അദ്ദേഹത്തിനോട് സ്നേഹസംവാദത്തിനിടയിൽ, നിങ്ങളുടെ കിതാബ്, അയാൾ പേരൊക്കെ പറയും, ബുഖാരിയില്, മുസ്ലിമില്, ഇത്ര നമ്പർ ഹദീസില് മുഹമ്മദ് നബി മാരണം ബാധിച്ച മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആളാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കും? പാസ്റ്റർ 2-3 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഇയാൾ പറഞ്ഞ മറുപടി എന്താണോ? പിന്നെ അക്ബർ അയാൾ പറഞ്ഞ മറുപടി, റസൂലിന്റെ കാലത്ത് സീർ ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു, പക്ഷെ റസൂല് സീർ ചെയ്യുന്ന ആളാണ്, മന്ത്രവാദിയാണ് എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. ചോദിച്ചത് എന്താ? സീർ ഫലിച്ചു എന്നാണ് കേൾക്കുന്നത്, ശരിയാണോ? സീർ ചെയ്തോ ചെയ്തല്ല മറുപടി കേട്ടോളൂ. ഞാൻ 2 കോടി. മാത്രമല്ല അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു എന്ന് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുഖാരി 4-490, 4-400, 8-ന്റെ വോളിയമാണ് പറയുന്നത്, 8-89, 8-400, 7-658, 660 മുതലായ, അതുപോലെ മുസ്ലിമില് 2-1888. ഈ ഭാഗങ്ങളൊക്കെ പറയുന്നേ ഇദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു പലപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അവകാശവാദത്തിന് എന്ത് പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. പക്ഷെ മന്ത്രവാദത്തിന് അടിമയായിരുന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. മന്ത്രവാദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം മന്ത്രവാദത്തിന് അടിമപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഒരാൾ തന്ന വചനം എങ്ങനെയാ വിശ്വസിക്കുന്നത്? അതാ ഞാൻ ചോദിച്ചത്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നെന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച്
അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യോത്തരം കേട്ടല്ലോ. മോന്റെ വാപ്പ കള്ളു കുടിക്കണമെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. മറുപടി, നിന്റെ വാപ്പ എവിടെയും കള്ളുഷാപ്പ് നടത്തണില്ല. റസൂലിനെ സിഹിർ ബാധിച്ച ആളാണെന്ന് ബുഖാരിയിലുണ്ടല്ലോ. സിഹിർ ബാധിച്ച ഒരാളുടെ വാചകങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നതാണ് പാസ്റ്റർ ചോദ്യം. അതിന് മറുപടി എന്താ? റസൂലിന്റെ സാഹിർ ആയിരുന്നു, മന്ത്രവാദിയായിരുന്നു എന്ന് ഒരു ഹദീസിലും ഇല്ല, ഒരു ആയത്തിലും ഇല്ല. ഇതെന്ത് എങ്ങനെ പറയേണ്ടി വന്ന്? ഹദീസ് ശരിക്കാണ്ട് പറഞ്ഞൂടെ? പറഞ്ഞു, ഹദീസ് ശരിക്ക് പറഞ്ഞു. പിന്നെ എവിടെയെന്നറിയോ? 4 കൊല്ലം കഴിഞ്ഞിട്ട്. ഇത് തിരുവനന്തപുരത്തുണ്ടായ സംഭവമാണ്. അതേ തിരുവനന്തപുരത്ത് 4 കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ഇതേ മനുഷ്യൻ നടത്തിയിരിക്കുന്ന വേറൊരു മുഖാമുഖം. അതില് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യമുണ്ട്. ഈ റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് വെച്ച് ക്രിസ്ത്യാനികൾ ഞങ്ങളെ വല്ലാതെ വിഷമപ്പെടുന്നുണ്ട്. എന്താണ് മറുപടി? എന്താണ് ആ ഹദീസിന്റെ അവസ്ഥ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് പറയുന്ന ഒന്നാമത്തെ ഉത്തരം തന്നെ ശുദ്ധ കളവ. കേട്ടുള്ളൂ. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് യാസ്മിൻ, വള്ളക്കടവ് താമസം. വളരെ സമഗ്രമായ ഒരു പഠനമാണ് അൽഹംദുലില്ലാ ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കളായ ധാരാളക്കണക്കിന് ക്രൈസ്തവ ജൂതന്മാർ നമുക്കെതിരെ ആയുധമായി പ്രയോഗിക്കുന്ന ഒരു ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരു ഹദീസ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹം മാരണം ബാധിച്ചവനാണെന്നും ഏതോ ഒരു കിണറിൽ ഏതോ ഒരു ജൂതൻ കൊണ്ടിട്ട മുടിയും പൂവും കാരണം 6 മാസത്തോളം അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തവ ചെയ്തതായും തോന്നിയതായിട്ടും ഒക്കെ ഹദീസുകളിൽ കാണാമെന്ന് ഇന്നും അവർ വാദിക്കുന്നു. അത്തരം ആളുകൾക്കിടയിൽ ദഅവത്ത് നടത്തുന്ന ഒരു എളിയ പ്രവർത്തനം എന്ന നിലയ്ക്ക് പലതവണ ഞാൻ ഉത്തരം മുട്ടിപ്പോയ ഈ ചോദ്യത്തിന് ഈ ഒരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അവരുടെ ഈ വിമർശനത്തിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ? സഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, സിഹിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാധിച്ചു എന്നുള്ള ഹദീസ്, അത് ഏറെ ക്രൈസ്തവ ജൂതന്മാരെടുത്ത് ഇസ്ലാമിനെതിരെ പ്രയോഗിക്കുന്നു എന്നാണ്. സത്യത്തിൽ അത് തന്നെ എന്റെ സുഹൃത്ത് ചോദ്യം ചോദിച്ച സുഹൃത്തിന്റെ തെറ്റിദ്ധാരണയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച ക്രൈസ്തവ ജൂതന്മാരൊന്നും തന്നെ പ്രവാചകനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനെതിരെയുള്ള ഒരു വിമർശനമായി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്ന കാര്യത്തിനുള്ളൊരു വിമർശനമായി ഈ ഹദീസ് എടുത്തുദ്ധരിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഒരുപാട് വിഷയങ്ങളിൽ പൊതുവേദികളിൽ വെച്ച് സംവാദം നടത്തുവാൻ അവസരം കിട്ടിയ എനിക്ക് ഈ വിഷയം പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമായി എടുത്തുദ്ധരിക്കപ്പെട്ടത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിലുമില്ല. എന്നാൽ മുസ്ലിം ലോകത്ത് മനസ്സിലായില്ലേ? ശുദ്ധ കളവ്. തിരുവനന്തപുരത്ത് നിന്ന് 3-4 വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് നേരിട്ട് ചോദ്യം കേട്ടിട്ട് പാസ്റ്റർ നടന്ന എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പുരോഹിതനടന്ന്. ഇപ്പോൾ പറയുന്നത് എന്താ? എന്റെ പ്രബോധന രംഗത്തെ ഇത്ര കാലത്തെ അനുഭവത്തിൽ ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മുഹമ്മദ് നബിക്കെതിരെയുള്ള ആക്ഷേപം ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പിന്നെ ഈ ഹദീസിനെ ന്യായീകരിക്കണം. ഞാനതാ പറഞ്ഞത്. സിഹിറിൽ അതിന്റെ പുറമെ മദ്യപാനിയായ മുഹമ്മദ് മദ്യപിക്കുന്നു എന്നും കൂടെയാണ് പറയുന്നത്. മദ്യപിച്ച് ഈ യുദ്ധത്തിന് പോയി, വിട്ടുകൊണ്ട് പല പല്ലുകളും പോയതായിട്ട് തന്നെ നമുക്ക് ഹദീസുകളില് കാണുവാനായിട്ട് കഴിയുന്നു. പിശാചുബാധിതനായ ഒരു മുഹമ്മദ്, അതിന്റെ പുറമെ മദ്യപാനിയായി സുബോധമില്ലാതെ ഇരിക്കുന്ന ഒരു മുഹമ്മദിനെ നമുക്ക് കാണുന്നു. എം അക്ബർ തന്നെ മുഹമ്മദ് മദ്യപിച്ചിരുന്നു എന്നുള്ളതായ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതും കേൾക്കാം നമുക്കൊന്ന്. കാരണം സോഷ്യൽ മീഡിയ അത്രയും മാരകമായ ആയുധമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരു വിമർശനമല്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് പറയുമ്പോൾ എൻ്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത പദങ്ങൾ പറയേണ്ടി വരും. അള്ളാഹു പുറത്തു തരട്ടെ. ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ വരികയാണ് മുഹമ്മദ് എന്ന മദ്യപാൻ. നഊദുബില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹദീസാണ്, സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 4974. ഹദീസുണ്ട്, പദങ്ങളുണ്ട്. മുഹമ്മദ് നബീദ് എന്ന മദ്യം കൊണ്ടുവരാൻ പറഞ്ഞു, മദ്യം എന്ന ബ്രാക്കറ്റിൽ, എന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. ഈ ഒരു മദ്യത്തിനെതിരെ മുസ്ലിം സമൂഹം പഠിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ ആ രൂപത്തിൽ സാമൂഹ്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇത് കാണുന്ന ഒരു മുസ്ലിമിന്, ആ മുസ്ലിം യുവാവിന് ഇസ്ലാമിക ബോധമുള്ളയാളാണെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകേണ്ടത്? അവിടെയാണ് നമ്മുടെ പണി കിടക്കുന്നത്. ഒന്നാമതായ ഹദീസിനെ നമുക്ക് നിഷേധിക്കാം. ആദ്യത്തെ, നമുക്ക് നമ്മുടെ മനസ്സിൽ പലപ്പോഴും കടന്നു വരാറുള്ള, പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യര കൂടിയാണെങ്കിൽ, കുറച്ച് വായനാശീലമെല്ലാം ഉണ്ടെങ്കിൽ കടന്നു വരാറുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് രണ്ടാമത്തെ പുസ്തകം, പിന്നെ പ്രകാശനം ചെയ്യപ്പെട്ട രണ്ടാമത്തെ പുസ്തകം ഡീൽ ചെയ്യുന്ന വിഷയം. അത് ഹദീസല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കാം. പക്ഷെ അവിടെ നിൽക്കില്ല പ്രശ്നം. രണ്ടാമത്തേത്, നബി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ബോധമുണ്ടാകാം. അവിടെ തന്നെയാണ് ശൈത്താൻ ആരംഭിക്കുന്നത്. നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത്, എല്ലാ വിമർശനങ്ങൾക്കും മറുപടി എഴുതി ഒരു പുസ്തകം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഓരോ ദിവസവും പുതിയത് ഗവേഷണം ചെയ്യാണ്. നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് റസൂലുള്ളയാണോ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതാണ് ശരി എന്നുള്ള ബോധം ഉണ്ടാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണോ ചെയ്തിട്ടുള്ളത്, അതാണ് ശരി എന്ന ബോധത്തോടു കൂടി അന്വേഷിച്ചു നോക്കിയാൽ കൃത്യമായ ഉത്തരത്തിലെത്തും. കുട്ടി ഇത് പരിശോധിക്കുക. മുസ്ലിമിൽ ഇപ്പോ നിങ്ങളുടെ അടുത്ത് പണ്ഡിതന്മാരടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. sunna.com പോകുന്നു, 49 എന്ന നമ്പർ കൊടുക്കുന്നു, സഹീഹ് മുസ്ലിമിൽ ഉണ്ടോ എന്ന് നോക്കുന്നു, ഉണ്ട്. നബീദിന്റെ അർത്ഥം അയാൾ അറബി ഡിക്ഷണറി എടുത്ത് നോക്കുന്നു, അറബ് നാട്ടിലുള്ള മദ്യം എന്ന മറുപടി നോക്കുന്നു. അത് മതി. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവിടെ തുടങ്ങാന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ടാകും എന്ന ബോധമുണ്ടാക്കാൻ ഉമ്മത്തിന്, പണ്ഡിതന്മാർക്ക്, പ്രബോധകർക്ക് കഴിയുമെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടി മറ്റൊരു മുസ്ലിം പണ്ഡിതൻ പറയാ, മുഹമ്മദ് മദ്യം കിട്ടും, സ്വർഗത്തിൽ ഒരു ദിവസം പ്രത്യേകിച്ച് മദ്യപിക്കാൻ ചൊവ്വാഴ്ച ദിവസം ചൊവ്വില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് ചൊവ്വില്ലാത്ത ദിവസം അള്ളാഹു സ്വർഗത്തിൽ മദ്യപിക്കാനായിട്ട് പ്രത്യേകം ഒരു ദിവസം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ അദ്ദേഹം പറയുവാനായിട്ട് കഴിയുന്നത്. നല്ല മദ്യം അല്ലാഹു സ്വർഗത്തിൽ ചെന്ന് കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ. പലരും സംശയത്തിലാണ് ഈ പറഞ്ഞത്. ഇത് ശരിയായ മുസ്ലിയാർ തന്നെയാണോ? സ്വർഗത്തിൽ നല്ല ഒന്നാം തരം മദ്യമുണ്ട് എന്ന് ഖുർആൻ. അവിടെ ചെന്നിട്ട് കുടിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഏത് തരത്തിൽ വേണം? ഹണീബി വേണോ? കൊണ്ടസ വേണോ? വൈറ്റ് മിസ്ചീഫ് വേണോ? ഡോക്ടർ വേണോ? പവർ ഹോഴ്സ് വേണോ? കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം? ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചത്ത എലി, പന്നി, ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിന്റെ പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു തരാം. സ്വർഗത്തിലെ കള്ളു കുടിക്കാനുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. നമ്മൾ പറയില്ല സാധാരണ ചൊവ്വാഴ്ച ദിവസം എന്തില്ല? ചൊവ്വാഴ്ച ദിവസം ചൊകില്ല എന്ന് പറയാറുണ്ട്. എന്നാ സ്വർഗക്കാർക്ക് നല്ല ചൊകുള്ള ദിവസം ചൊവ്വാഴ്ചയാണ്. മിൻ ഖംറിഹ, സ്വർഗത്തിലെ കള്ള് കുടിക്കുന്ന ദിവസം അന്നാണ് ചൊവ്വാഴ്ച. കള്ളങ്ങ് കുടിച്ചാൽ സക്കറോ, ഭൂമിയിലെ മത്തുപോലെയല്ല, അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള മത്തു. തീവ്രവാദവും മദ്യപാനവും മയക്കുമരുന്നും എല്ലാം കൊണ്ട് നിറയപ്പെട്ടതായ ഒരു മതമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് മദീന കാലഘട്ടം, ഒരു 10 വർഷം മക്കി വെളിപ്പാടുകൾ, പ്രവാചകൻ മദീനയിലെത്തി അധികം താമസിച്ചാൽ ഇതെല്ലാം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യപ്പെട്ടു. 13 വർഷം പ്രസംഗിച്ചതെല്ലാം എന്ത് ചെയ്തു? സൈലന്റായി. അവിടെ മദീനത്തിലൂടെ സമാധാനത്തിന്റെ ഉത്ബോധനത്തിന്റെയും മതം
കൊള്ളയുടെയും യുദ്ധത്തിന്റെയും മതമായി മാറിയതിന്റെ നേർചിത്രം ഖുർആനിലും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ബലപ്രയോഗത്തിലും പച്ചയായ കൊള്ളയ്ക്കും കൊലയ്ക്കും ആഹ്വാനം ചെയ്യുന്ന നൂറുകണക്കിന് വെളിപ്പാടുകൾ പ്രവാചകന്റെ നാവിലൂടെ പുറത്തു വന്നു എന്നാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഖുർആനിൽ ഹദീസിൽ കാണാനായിട്ട് കഴിയുന്നത്. മക്കയിൽ അള്ളാഹു മദീന എത്തിയപ്പോൾ പറയുന്നത് എന്താണ്? യുദ്ധം ചെയ്യൽ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അവിടെ യുദ്ധം ചെയ്യാനായിട്ട് പാടില്ല. മക്കയിലായിരുന്നപ്പോ പറഞ്ഞു യുദ്ധം ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മത യുക്തിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സംവാദത്തിൽ ഏർപ്പെടേണ്ടത് എന്ന് പറഞ്ഞ ഈ അള്ളാഹു മദീനത്തെത്തിയപ്പോ പറയാ യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, അത് നിങ്ങൾക്ക് വെറുപ്പുള്ളതാണ്. എന്നാൽ ഒരു കാര്യം നന്മയുള്ളതായിരിക്കെ നിങ്ങൾ വെറുത്തെന്ന് വരാം, ഒരു കാര്യം ദോഷമായിരിക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരാം. അള്ളാഹു അറിയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. സൂറ 2:216. മതത്തിന് ഭീകരവാദമായ വ്യാഖ്യാനം നൽകി അക്രമത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നവർക്കും അവലംബം ഖുർആൻ തന്നെയാണ്. മനസ്സിലായോ? അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കാത്ത സത്യമതത്തെ, ഇസ്ലാം മതത്തെ സ്വന്തം മതമായി സ്വീകരിക്കാത്ത വേദക്കാരോട് നിങ്ങൾ എന്ത് ചെയ്യണം, യുദ്ധം ചെയ്യുക. മനസ്സിലായോ? ഇസ്ലാം മതം വിശ്വസിക്കാത്ത വ്യക്തിയോട് യുദ്ധം ചെയ്യുക എന്നാ പറയുന്നത്. നിർബന്ധമല്ലേ ഇവിടെ? ഇതല്ലേ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. അവർ വിനയപുരസം കീഴടങ്ങിക്കൊണ്ട് സ്വന്തം കരങ്ങളിൽ ജസിയ നൽകുന്നത് വരെ അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം, യുദ്ധം ചെയ്യുക. സൂറ 9:29. ഫിത്ന അവസാനിക്കുകയും ദീൻ പൂർണ്ണമായി അള്ളാഹുവിൻ്റെതാവുകയും ചെയ്യുന്നത് വരെ അവിശ്വാസികളോട് നിങ്ങൾ എന്ത് ചെയ്യണം, യുദ്ധം ചെയ്യണം. 8:39. അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ അയൽക്കാരായ കാഫിരീങ്ങളോട് യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ പരിക്കൻ സ്വഭാവം കാണട്ടെ. 9:123. അവരെ ഒന്നും ചെയ്തിട്ടല്ല, അവർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടല്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചില്ല, നിങ്ങളൊരു കാഫിറാണ് എന്നതിന്റെ പേരില് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പരിക്കൻ സ്വഭാവമാണ് നിങ്ങൾ കാണിക്കേണ്ടത് അവരോട്. ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അപ്രകാരം. അല്ലയോ വിശ്വാസികളെ, യൂതന്മാരോടും ക്രിസ്ത്യാനികളോടും നിങ്ങൾ കൂട്ടുകാരാക്കരുത്. നിങ്ങളിൽ ഒരുവൻ അവരെ കൂട്ടുകാരാക്കിയാൽ അവന് അവരിൽപ്പെട്ടവനായിട്ട് കണക്കാക്കും. എന്ത് ചെയ്യാം? ഒരു യൂതനോടോ ഒരു ക്രിസ്ത്യാനിയോടോ ഇസ്ലാം അല്ലാത്തൊരു വ്യക്തിയോടോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്നേഹിതന്മാരായിട്ട് തീർക്കാനായിട്ട് പാടില്ല. 5:51. രൂക്ഷമായിട്ട് തന്നെ മുസ്ലിങ്ങളല്ലാത്തവര് അശുദ്ധരാണ്. സൂറ 9:28. സ്വന്തം മാതാപിതാക്കളോ സഹോദരങ്ങളോ വിശ്വാസം സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരുമായുള്ള ബന്ധം ഉപേക്ഷിക്കുക. ഒരാൾ ഇസ്ലാമായി തീർന്നു, ഇസ്ലാമായി തീർന്നവന്റെ അപ്പനും അമ്മയും ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ ആ വ്യക്തികളെ എന്ത് ചെയ്യാൻ പാടില്ല, അവരുമായി യാതൊരു വിധമായ ബന്ധവും പാടില്ല എന്നുള്ളതാണ് ഖുർആൻ പറയുന്ന 9:23. മനസ്സിലായോ? ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാനായിട്ട് പറ്റുമോ? അവർക്ക് ഏതൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ഫിത്ന എന്നതിന് കുഴപ്പം, മർദ്ദനം എന്നൊക്കെയാ സമാധാനവാദി ഇക്കാലത്ത് അർത്ഥം കൊടുക്കുന്നത്. എന്നാൽ മൗദൂദിയെ പോലുള്ള ഭീകരവാദികൾ ഫിത്നയ്ക്ക് അനിസ്ലാമിക ഭരണമെന്നും അവിശ്വാസമെന്നും ഒക്കെ അർത്ഥം നൽകിയിട്ടുള്ളത്. ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണം സ്ഥാപിതമാകും വരെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിശ്വാസികളോട് യുദ്ധം ചെയ്യണമെന്ന് 1, 2, 10 വാക്യങ്ങളല്ല. ഇസ്ലാം മതം വളരുന്നതും വളർത്തുന്നതും പ്രധാനപ്പെട്ട 2 വഴികളിലൂടെയാണ്. ഒന്ന് തീവ്രവാദങ്ങളിലൂടെ, യുദ്ധങ്ങളിലൂടെ. രണ്ടാമത്തത് ലൈംഗികമായ സുഖം വാഗ്ദാനം ചെയ്തുകൊണ്ട്. ഒരേ സമയം 4 പെണ്ണിനെ കെട്ടാം, 4 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. വേറെ ഒന്നിനെ കണ്ടാൽ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, 4 എണ്ണം തികയ്ക്കാം. ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ വിപരീതമാണ് ഇസ്ലാമിക വിശ്വാസം. അതുകൊണ്ടാണ് അള്ളാഹു യഹോവയും യേശു ഈസയും ഒന്നല്ല 2 എന്ന് ക്രൈസ്തവര് പറയാനായിട്ടുള്ള കാരണം.
ഇസ്ലാമിക ഒരു ദൈവത്തിൽ നിന്നാണെങ്കിൽ ഒരു വിശ്വാസമേ വരികയുള്ളൂ, രണ്ട് വിശ്വാസം ഉണ്ടാവില്ല. ഒരു വിശ്വാസത്തിലൊരു മാറ്റം ഉണ്ടാകില്ല. ഒരു ഗ്ലാസ്സിൽ വെള്ളം 4 ഹോളിലൂടെ പുറപ്പെട്ടാലും ആ ഗ്ലാസ്സിലുള്ള വെള്ളമല്ലേ പുറപ്പെടുകയുള്ളൂ, വേറൊരു വെള്ളം പുറപ്പെടുകയില്ലല്ലോ. എന്നാൽ ഒരു ദൈവത്തിൽ നിന്ന് പല വിശ്വാസങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നത്? ഇസ്ലാമിക വിശ്വാസമല്ല ക്രൈസ്തവ വിശ്വാസം. ഇസ്ലാമിൽ നിന്ന് നേരിട്ടുള്ള വ്യത്യാസമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഏക ഭാര്യയുടെ ഭർത്താവാണ് എന്നിവിടെ ബൈബിള് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം എന്ത് ചെയ്യാം? 4 വ്യക്തികളെ വെച്ചുകൊണ്ടിരിക്കാം. 4 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 1 ഒഴിവാക്കി അടുത്ത 4 തേക്കാം എന്നാണ് എന്ത് ചെയ്യുന്നത്? വളരെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. വേറൊന്നും കൂടെ, റോട്ടിലൂടെ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ പോവുക. ഈ സമയത്താണ് മുഹമ്മദിന്റെ കണ്ണ് ഈ സ്ത്രീയുടെ മേലെ വീണു. അപ്പോൾ തന്നെ ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവ് മൊഴി ചെല്ലണം, അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുന്നതാണ്. എന്നിട്ട് മുഹമ്മദിന് കെട്ടിച്ചു കൊടുക്കണം. എന്ത് കാട്ടുനീതിയാണെന്ന് ആലോചിച്ച് നോക്കെ. ഭാര്യയും ഭർത്താവും കൂടെ റോട്ടിലൂടെ പോകുന്നു, പക്ഷെ മുഹമ്മദിന്റെ കണ്ണ് ഈ സ്ത്രീ ഭാര്യയുടെ മേലെ വീഴുന്നു. മുഹമ്മദിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് ഭർത്താവിന് തോന്നിയാൽ ഭർത്താവ് ഡൈവോഴ്സ് ചെയ്ത് മുഹമ്മദിനെ കെട്ടിച്ചു കൊടുക്കണം. ഇതൊന്നൊക്കെ ദൈവികമാണ്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക്. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചെറുപ്പക്കാരൊക്കെ ഇസ്ലാം വിടാനുള്ള ഇന്ന് എക്സ് മുസ്ലിങ്ങൾ 1,00,000-ലധികം എക്സ് മുസ്ലിങ്ങൾ കേരളത്തിലുണ്ടെന്ന് പറയുന്നത്. 10,000-കണക്കിന് മുസ്ലിം യുവത കൗമാരങ്ങൾ ഇസ്ലാം വിട്ട് പുറത്തു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയാൻ കാര്യം, ഏതാണ്ട് ഒരു 5ഓളം ചെറുപ്പക്കാര് 17 വയസ്സ് പ്രായക്കാരായ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ പരിധിയിലുള്ള ഒരു വിദ്യാർത്ഥി ദുബൈയിൽ പഠിക്കുന്ന ആളാണ്. അവൻ നബിയിൽ ഞാൻ വിശ്വസിക്കില്ലെന്ന് വളരെ മതഭക്തിയുള്ള കേരളത്തിലെ തന്നെ അതിസമ്പന്നമായ ഒരു കുടുംബമാണ്. എറണാകുളം മേഖലയിൽ ഞാൻ വ്യക്തമാക്കി പറയില്ല, അടുത്ത് വന്നാൽ പറഞ്ഞു തരാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നുണ പറയാനല്ലെന്ന് ബോധ്യപ്പെടാൻ. എൻ്റെ ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് ഇവരുടെ കാരണവന്മാർ, എൻ്റെ പൊന്നുമോൻ ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് വലിയ ഇഷ്ടമാണ്, കരയുകയാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല 9 വയസ്സുകാരിയായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ഒരു മനുഷ്യനെ ഞാൻ നബിയായി അംഗീകരിക്കില്ല. ഞാൻ ആ പയ്യന് മറുപടി പറയാൻ വേണ്ടി 2 മണിക്കൂർ രാത്രിയിൽ അവനുമായി സംസാരിച്ചിരുന്നു. ഞാൻ അവനോട് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറഞ്ഞു. അവൻ ദി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പുസ്തകം അവൻ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തരിക. അവൻ ചിന്തിക്കുന്ന വായിക്കുന്ന ശാസ്ത്രബോധമുള്ള പയ്യനാണ്. പക്ഷെ അവനെ പ്രവാചകൻ അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന വിധത്തിൽ അവന്റെ മനോഭാവം മാറ്റിക്കളഞ്ഞത് ഇവരാണ്. മറ്റൊരു നാട്ടിൽ, ആ നാട് ഞാൻ പറയില്ല, ഇതേ പ്രായക്കാരനായ ഒരു 17കാരൻ വന്നിട്ട് എന്നോട് പറയുന്നത്, അവന്റെ കുടുംബത്തിലെ ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വലിയ ഡോക്ടറാണ്, ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. പിന്നെ മറ്റൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, ആളെ വ്യക്തമാക്കൽ എന്റെ ലക്ഷ്യമല്ലാത്തതിന്റെ പേരിൽ. അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തർക്കമുള്ള ആൾക്ക് പറഞ്ഞു തരും. അവനും ഇതുപോലെ വന്നു. എന്നിട്ട് ഇത് തന്നെയാണ് അവൻ പറഞ്ഞു, 9 വയസ്സുള്ള 6 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച ഒരാളെ ഞാൻ എങ്ങനെയാണ് നബി അംഗീകരിക്കുക? അടിമകളെ അനുഭവിക്കാമെന്ന് പറഞ്ഞ ഒരാളെ ഞാൻ എങ്ങനെ നബി അംഗീകരിക്കും? അവനുമായും 2 ദിവസം ഞാൻ ഇരുന്നു. ഏതായാലും ആ കുട്ടികൾ മനസ്സ് മാറ്റി, നിനക്കിനി എന്ത് സംശയം ഉണ്ടെങ്കിലും മോൻ ചോദിക്കണം, ഇവിടെ ആയിരുന്നാലും എന്ന് പറഞ്ഞ സ്നേഹത്തോടു കൂടി അവന് ഞാനൊരു പുസ്തകം കൊടുത്തുകൊണ്ട് വായിച്ച് അവൻ തന്നെ തിരിച്ചുകൊണ്ടുവന്ന് വരികയും ചെയ്തു. ഇങ്ങനെ ഒരു 4-5ഓളം കുട്ടികൾ എൻ്റെ മുമ്പിൽ മാത്രം വന്നു. സമ്പന്നമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുള്ള കുടുംബങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. സാധാരണ ചെറിയ വീടുകളിലൊന്നും നടക്കില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അല്പം സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്ന നല്ല വീടുകളിലൊക്കെയുള്ള മക്കളുടെ അവസ്ഥ ഇതാണ്. എന്തുകൊണ്ട് അങ്ങനെ ഇസ്ലാം വിടുന്നത്? അതിന്റെ പ്രധാന കാരണം ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ തീവ്രവാദവും ജഡീകമായ ചിന്തകളും ഇച്ഛകളും 55 വയസ്സ് പ്രായമുള്ളപ്പോൾ 6 വയസ്സ് തികയാത്ത പെങ്കുച്ചിനെ കല്യാണം കഴിച്ച കാര്യങ്ങളും മരുമകളെ ഭാര്യയാക്കി മാറ്റിയ കാര്യങ്ങളൊക്കെയാണ് ഇസ്ലാമിൽ നമുക്ക് കാണാനൊക്കെ ആയിട്ട്. ഇതെവിടെയാ ദൈവികമായി തീരുന്നത് സുഹൃത്തുക്കളെ? എവിടെയാണ് നമുക്ക് ദൈവികമായി ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്? വാസ്തവത്തിൽ ഈ ഖുർആനിൽ എന്താ ഉള്ളത്? ഖുർആൻ എന്താ പഠിപ്പിക്കുന്നത്? 5 പ്രാവശ്യം നിസ്കരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. 5 പ്രാവശ്യം നിസ്കരിക്കണം എന്നുള്ള ഖുർആനിലുണ്ടോ? ഉണ്ടോ? ഏത് ഭാഗത്താ ഉള്ളത്?
സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചുണ്ടോ? ഹജ്ജിന് പോകുന്നതിനെ കുറിച്ചുണ്ടോ? എന്താണ് വാസ്തവത്തിൽ ഈ ഖുർആൻ? അത് ചെടീകമായ മുഹമ്മദിന് എത്ര പെണ്ണിനെ കെട്ടാന്നുള്ളതൊക്കെ അതല്ലാതെ എന്താണ് വാസ്തവത്തിൽ ഇതിനകത്തൊക്കെ ഉള്ളത്? ഒന്ന് ആലോചിച്ച് ഒന്ന് പഠിച്ചു നോക്കുന്നതാണ്. തീവ്രവാദം കൂടുതലായിട്ട് ഇതിനകത്ത് തീവ്രവാദം ഉള്ളത്. അബൂ ഹുറൈറ നിവേദന റസൂൽ പറഞ്ഞു, ജൂതന്മാരോട് ക്രിസ്ത്യാനികളോട് നിങ്ങൾ സലാം കൊണ്ട് ആരംഭിക്കരുത്. അവരെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയാൽ അവരോട് പ്രയാസം പ്രകടിപ്പിക്കണം. സഹീൽ മുസ്ലിം വാള്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 13. എത്ര ഗ്രന്ഥമുണ്ട് വാസ്തവത്തില് മുസ്ലിങ്ങൾക്ക്? ആധികാരികമായിട്ട് 7 ഗ്രന്ഥങ്ങളാ. ഖുർആന്, സഹീൽ ബുഖാരി, സഹീൽ മുസ്ലിം, ഇബ്നു മാജ, അബൂ ദാവൂദ്, തിർമിദി, നസായി, അല്ലേ? ഇതിനകത്ത് ഖുർആനിൽ പൂർണ്ണതയാണോ? ഖുർആൻ പൂർണ്ണമായിരുന്നെങ്കിൽ ഈ 6 ഗ്രന്ഥത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഇതിനകത്ത് തീവ്രവാദവും മനുഷ്യനെ കൊല്ലുന്നതും അല്ലാതെ ഈ ഗ്രന്ഥത്തിൽ അതിനകത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കാണാനായിട്ട് സാധിക്കുക. സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവനോടോ ഹിന്ദുവിനോടോ നിങ്ങൾ യുദ്ധം ചെയ്യണം. അവർ നിങ്ങളെ രൂക്ഷത കണ്ടെത്തണം. അള്ളാഹു സൂക്ഷ്മ പാലിക്കുന്നവർക്കൊപ്പമാണ്, നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഖുർആനൊക്കെ മലയാളം മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഒന്ന് വാങ്ങി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കുന്ന നല്ലതാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഇത് ദൈവിക ഗ്രന്ഥമാണോ? ഇത് ദൈവത്താൽ ഇറക്കപ്പെട്ടതാണോ? അതോ മുഹമ്മദിനെ പിശാച് ബാധിച്ചപ്പോൾ എഴുതപ്പെട്ടതാണോ എന്നൊക്കെ തിരിച്ചറിയുവാൻ ഇടയായിത്തീരണം. സത്യം തിരിച്ചറിയുക. അറബികൾ തന്നെ ചോദിച്ചു, മുൻ വേദങ്ങളിൽ മുൻ പ്രവാചകന്മാരൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നീ ചെയ്യാതെ എന്തുകൊണ്ടാണ്? അവരൊക്കെ ദൈവികമായ വെളിപ്പാടിലൂടെ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ വായിക്കുക, സത്യം തിരിച്ചറിയാൻ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് എത്താനായിട്ട് സാധ്യമല്ല. മറ്റൊരുവനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് മനുഷ്യന് നിത്യജീവൻ ലഭിക്കാനിടയായിത്തീരുന്നത്. ആ നിത്യജീവൻ ലഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ